അമേരിക്കൻ പൗരന്മാരുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഗ്രീൻ കാർഡ് എന്നാൽ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതിയാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നിയമമനുസരിച്ച് ഒരു അമേരിക്കൻ പൗരന്റെ പങ്കാളികൾക്ക് അമേരിക്കൻ പൗരന്റെ അടുത്ത ബന്ധുക്കൾ എന്ന നിലയിൽ ഗ്രീൻ കാർഡ് ലഭിക്കും. എന്നാൽ ഇത് മാത്രം കൊണ്ട് ഗ്രീൻ കാർഡ് കിട്ടും എന്ന് ഉറപ്പില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് ഇത്തരം അപേക്ഷകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു. വെറുതെ വിവാഹിതരാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാവില്ലായിരുന്നു. വിവാഹിതരായിരിക്കുന്നത് കൊണ്ട് മാത്രം ഗ്രീൻ കാർഡ് കിട്ടില്ല. ഒരുമിച്ച് താമസിക്കുന്നവർക്കാണ് ഗ്രീൻ കാർഡ് കിട്ടുന്നത് എന്ന് 30 വർഷത്തിലേറെയായി ഈ രംഗത്തുള്ള ബേൺസ്റ്റീൻ എന്ന അഭിഭാഷകൻ പറയുന്നു. ബേൺസ്റ്റീൻ പറയുന്നത് വിവാഹിതരായിട്ടും വേർപെട്ട് താമസിക്കുന്നവരുടെ ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് സാധ്യത കുറവാണെന്നാണ്. വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് വേർപെട്ട് താമസിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഒരു വിഷയമല്ല. അത് ജോലിയാകാം, പഠനമാകാം, പണമാകാം, സൗകര്യത്തിനാകാം. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ്. ഒരു യഥാർത്ഥ വിവാഹം എന്നാൽ ദമ്പതികൾ എല്ലാ ദിവസവും ഒരുമിച്ച് താമസിക്കുന്നതാണ് എന്നാണ് നിയമങ്ങൾ അനുശാസിക്കുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ വീട്ടിൽ താമസിക്കുന്നില്ലെങ്കിൽ ഇമിഗ്രേഷൻ വിഭാഗം നിങ്ങളുടെ വിവാഹത്തെ സംശയിക്കാൻ തുടങ്ങും. അവർ സംശയിച്ചാൽ അന്വേഷണം തുടങ്ങും. നിങ്ങളുടെ വീട്ടിൽ അന്വേഷണവുമായി വന്നാൽ അവർ ഗ്രീൻ കാർഡ് നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗ്രീൻ കാർഡ് വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കുക, അത്രമാത്രം. വേർപെട്ട് താമസിക്കുന്നത് ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾ, വിവാഹത്തിലെ തട്ടിപ്പ് അന്വേഷണങ്ങൾ, അഭിമുഖങ്ങളിലെ പ്രശ്നങ്ങൾ, അപേക്ഷകൾ നിഷേധിക്കപ്പെടൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ വിവാഹിതരായിട്ടും പൂർണ്ണമായി ഒരുമിച്ച് താമസിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിക്കുന്നതിന് മുമ്പ് നിയമപരമായ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. USCISന്റെ യഥാർത്ഥ വിവാഹത്തെക്കുറിച്ചുള്ള നയം എന്താണെന്ന് നോക്കാം. USCIS ഒരു ബന്ധത്തെ മൊത്തത്തിൽ വിലയിരുത്തുന്നുണ്ട്. വെറും ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ദമ്പതികൾ വിവാഹം കഴിച്ചത് ഗ്രീൻ കാർഡ് പോലുള്ള നിയമപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ അതോ യഥാർത്ഥ സ്നേഹബന്ധത്തിലാണോ എന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തും. നിയമപരമായ എല്ലാ ആവശ്യകതകളും പാലിച്ചുള്ള വിവാഹമാണെങ്കിലും പങ്കാളികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള യഥാർത്ഥ ഉദ്ദേശമില്ലാതെ നിയമങ്ങളെ മറികടക്കാൻ വേണ്ടി മാത്രം വിവാഹം കഴിച്ചാൽ അത് യഥാർത്ഥ വിവാഹമായി കണക്കാക്കില്ലെന്ന് USCIS പറയുന്നു. വിവാഹം കഴിക്കുന്ന പങ്കാളികളുടെ ഉദ്ദേശത്തെയാണ് അവർ പ്രധാനമായും പരിശോധിക്കുന്നത്. ഒരു ഔദ്യോഗിക USCIS രേഖ അനുസരിച്ച് പങ്കാളികൾ തമ്മിലുള്ള ബന്ധം വിവാഹമായി കണക്കാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിവാഹം നിയമപ്രകാരം സാധുവായിരിക്കണം, അമേരിക്കയുടെ പൊതുനയത്തിന് അനുസൃതമായിരിക്കണം, യഥാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ ഉള്ളതായിരിക്കണം. വിവാഹിതരാകാൻ പങ്കാളികൾക്ക് നിയമപരമായി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. പങ്കാളികൾ നിയമപരമായി വിവാഹിതരാവുകയും വേർപെട്ട് താമസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലെങ്കിൽ USCIS അപേക്ഷ നിഷേധിക്കണമെന്നില്ല. കാരണം USCIS ഒരു വിവാഹത്തിൻ്റെ നിലനിൽപ്പ് നേരിട്ട് പരിശോധിക്കുന്നില്ല. നിങ്ങളുടെ അമേരിക്കൻ പൗരനായ പങ്കാളി മരിക്കുകയും നിങ്ങൾ വീണ്ടും വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കീപ്പിംഗ് ഫാമിലീസ് ടുഗദർ എന്ന പ്രക്രിയയിലൂടെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട്.